السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ ഫളലും റഹ്മത്തും ഓശാരമായി നൽകുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി 3 പേര് നമ്മൾ ദുആ ചെയ്തിരുന്ന ജുറൈദ് എന്ന മോനടക്കം 3 പേർ നമ്മുടെ മഹലിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ആശ്വാസം പകരട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ഈമാനോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ മദ്രസയിൽ നിന്ന് വരെ പഠിക്കുന്ന ഒരു ഹദീസാണ്. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ അടുക്കൽ ചേർന്ന് വന്നിരുന്നിട്ട് മുഖാമുഖം ഇരുന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ്. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ എന്ന 3 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവിടെ 3ാമതായി ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതാണ് ഇഹ്സാൻ കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഒരു മനുഷ്യൻ്റെ ഏതൊരു ഇബാദത്തിലും 3 തലങ്ങളുണ്ട് എന്നാണ്. ഏത് ഇബാദത്താണെങ്കിലും ഈ 3 തലങ്ങളിലൂടെയാണ് ആ ഇബാദത്തിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്ന് അതിൻ്റെ ഇസ്ലാമികമായ തലമാണ്, മറ്റൊന്നതിൻ്റെ ഈമാനികമായ ഭാവമാണ്, 3ാമത്തത് അതിൻ്റെ ഇഹ്സാനികമായ സൗന്ദര്യമാണ്, ജമാലിയത്താണ്. ഇബാദത്തുകൾ ജമാലിയത്തോടുകൂടി നിർവഹിക്കാൻ കഴിയുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ഇബാദത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൽ ഈ 3 തലങ്ങളുമുണ്ട്. ഒന്നതിൻ്റെ പ്രത്യക്ഷമായ ഭാവങ്ങളൊക്കെ ശരിപ്പെടുത്തി 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ കൃത്യമായി നിർവഹിക്കുന്നതിൻ്റെ ഒരു ഇസ്ലാമികമായ ഭാവമാണ്. അതിനകത്തൊരു ഈമാനികമായ ഭാവമുണ്ട്. അത് അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലുള്ള നിസ്കാരമാണ്. 3ാമത്തെ ഒരു ഭാവമാണ് ഇഹ്സാനികമായ ഭാവം, അതാണ് ജമാലിയത്ത്. അത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടിയുള്ള നിസ്കാരം. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അവൻ്റെ മുമ്പിൽ ഞാൻ ഹിസാബിന് വിധേയമാക്കപ്പെടേണ്ടവനാണെന്ന തിരിച്ചറിവോടുകൂടിയുള്ള നിസ്കാരം. ഈ 3 തലത്തിലുള്ള നിസ്കാരത്തെയും സത്യവിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഓരോ ഇബാദത്തുകളിലും ഇതിലെ ഏറ്റവും ഉയർന്ന തലത്തെ അവൻ്റെ ഇബാദത്തുകളിൽ കൊണ്ടുവരാൻ സാധ്യമാകണം. നിസ്കാരം എന്നതിനെ പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? എല്ലാ വൃത്തികേടുകളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് നിസ്കാരം. പക്ഷേ പതിറ്റാണ്ടുകളായി നമ്മളൊക്കെ നിസ്കരിച്ചിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്? ഓരോ കർമ്മങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ടാകും, ഓരോ പ്രവർത്തനങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ടാകും. ആ പ്രവർത്തനങ്ങൾ പേരിന് നിർവഹിക്കുന്നതിന് പകരം അതിൻ്റെ പൂർണ്ണമായ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കുമ്പോൾ മാത്രമാണ് അതിന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷയിൽ പങ്കെടുക്കാറുണ്ട്. പരീക്ഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ പരീക്ഷ എഴുതുന്നവരാണ്.
പക്ഷേ പരീക്ഷയെ അനുഭവിച്ചെഴുതാൻ കഴിയുന്നവർ അതിനുവേണ്ടി പൂർണ്ണമായി ഒരുങ്ങി അതിനെ മനസ്സുകൊണ്ട് അവനവൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അതിനുവേണ്ടി പൂർണ്ണ സർവ്വസമർപ്പിതമായി പരീക്ഷയെ നേരിടുന്നവർക്ക് മാത്രമാണ് ഉന്നത വിജയങ്ങൾ സാധ്യമാവുക. അനുഭവിക്കാൻ കഴിയണം. ആ അനുഭവമാണ് ജമാലിയത്ത്. അതുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളുടെ നിസ്കാരത്തെപ്പറ്റി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അവരുടെ നിസ്കാരത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭൗതിക ലോകത്ത് നടക്കുന്നതൊന്നും അവരെ അലോസരപ്പെടുത്തിയിരുന്നില്ല, അലട്ടിയിരുന്നില്ല. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇഹ്സാൻ എന്ന പദത്തിനെ ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തിയത് ഇഖ്ലാസ് ഉണ്ടാകണമെന്നാണ്. ഇഖ്ലാസ് ഉണ്ടാകണം. അത് ഏത് കർമ്മമാണെങ്കിലും ശരി. ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രത്യേകമായി നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങളോ സക്കാത്തോ നോമ്പോ മാത്രമല്ല, മനുഷ്യന്റെ ഓരോ നിമിഷങ്ങളും ഇബാദത്താണ്. ഓരോ നിമിഷങ്ങളും ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത്, കുഞ്ഞിന്റെ വായിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കുന്നത്, അന്യന് വേണ്ടി കാരക്കയുടെ ചീള് സമ്മാനിക്കുന്നത് എല്ലാം ഇബാദത്താണ്. എല്ലാം ഇബാദത്താണ്. നമ്മുടെ ചലനങ്ങളും നിശ്ചലനങ്ങൾ വരെ ഇബാദത്താണ്. പുഞ്ചിരി ഇബാദത്താണ്. എല്ലാം ഇബാദത്താണ്. ആ ഇബാദത്തുകളുടെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസുള്ള ഇബാദത്തുകൾക്കാണ് ഇഹ്സാനിന്റെ മേമ്പൊടി ഉണ്ടാവുക. ഇഹ്സാനിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമായ ആളുകളെ അള്ളാഹു തആല ഏറ്റെടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ. രാവും പകലും, രാവിനെയും പകലിനെയും സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിലെ ആൺ പെൺ വ്യത്യാസമുള്ളതുപോലെ ഇന്ന സഅയകും ലശത്താ, എല്ലാവരുടെ കർമ്മങ്ങളും വൈവിധ്യങ്ങളാണ്. മനുഷ്യരുടെ ഓരോ കർമ്മങ്ങളും എണ്ണമറ്റ രീതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്കാക്കപ്പെടുന്നവയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വ്യത്യസ്തമായി കണക്കാക്കപ്പെടുകയും എല്ലാം വൈവിധ്യങ്ങളോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്നതാണ്. ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ആ സൂറത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നത് രണ്ടു തരം മനുഷ്യരെ കുറിച്ചാണ്. രണ്ടു തരം മനുഷ്യരെ കുറിച്ച് അള്ളാഹുവിനോട് തഖ്വയോടുകൂടി ഭക്തിയോടുകൂടി അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ സ്വർഗം എനിക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി റബ്ബിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവന്റെ വഴികളെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുകയാണ്. എന്നാൽ വഅമ്മാമൻ ബഖില ഫഅമ്മാമൻ കദ്ദബ വഅമ്മാമൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്നാ, പിശുക്ക് കാണിക്കുന്ന ആളുകൾ, വസ്തഗ്ന ഞാൻ സ്വയം പര്യാപ്തനാണെന്ന് നടിക്കുന്ന ആളുകൾ, വകദ്ദബ ബിൽ ഹുസ്നാ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാതെ നടക്കുന്ന ആളുകൾ. ഈ ഉറപ്പില്ലാതെ നടക്കുന്ന ആളുകളെ പറ്റി ഖുർആൻ പറയുന്നത് ഫസയുയസ്സിറുഹു ലിൽ ഉസ്റാ, അവർക്ക് അല്ലാഹു തആല പ്രയാസങ്ങളുടെ വഴിയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ആരാണവർ? പൂർണ്ണമായി അല്ലാഹുവിനെ നിഷേധിക്കുന്നവരല്ല. അല്ലാഹുവിനെ കുറിച്ച് ഈമാൻ ഇല്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്, സമയത്ത് ഈമാൻ ഇല്ലാത്തവരെ കുറിച്ചാണ്. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ഈമാൻ ഉണ്ടായാൽ പോരാ, ഈമാൻ ഉണ്ടാകേണ്ട സമയത്ത് ഈമാൻ ഉണ്ടാകണം. ഈമാൻ ഉണ്ടാകേണ്ട സമയത്താണ് ഈമാൻ ഉണ്ടാകേണ്ടത്. അപ്രതീക്ഷിതമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് എല്ലാം ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി, എന്നെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ഭക്തിയോടുകൂടി, ഖൈറും ഷർറും അടക്കമെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന ദൃഢവിശ്വാസത്തോടുകൂടി ജീവിതത്തെ സമീപിക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് ഈമാൻ ഉണ്ടാവുക. എന്നാൽ മറ്റു ചില ഈമാനിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഈമാൻ ഫിർഔനിന്റെ ഈമാനാണ്. ഫിർഔനും പറഞ്ഞിട്ടുണ്ട് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നു എന്ന്. ഫിർഔനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അള്ളാഹുവിൽ ബോധ്യമുണ്ട് എന്ന്. പക്ഷേ അത് സക്കറാത്തിന്റെ ഹാലില, ലോകത്തോട് വിട പറയുന്ന നേരമാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന സമയത്താണ് ഫിർഔനിന് ഈമാന്റെ ബോധമുണ്ടായത്. ആ ഈമാന്റെ ബോധത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ഈമാൻ ഉണ്ടായിട്ടും കാര്യമില്ല, ഈമാൻ കൊണ്ടൊരു ഫലവും ഉണ്ടാകില്ല. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ആ സമയത്തുള്ള ഈമാൻ കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ ഉപകാരം ഉണ്ടാകില്ല.
അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രത്യക്ഷപ്പെടും. ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ ആയത്തുകൾ പ്രത്യക്ഷപ്പെടും. അള്ളാഹു അല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു പോംവഴിയില്ല എന്ന് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹു റബ്ബി എന്ന വാക്കുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തില്ല. ഖുർആൻ പറയുന്നത് ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ. എന്താ കാരണം? അവർ നേരത്തെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നേരത്തെ അവർക്ക് ഈമാൻ ഖൽബിൽ ഉറച്ചു പോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിലുള്ള ഈമാൻ മുഅ്മിനീങ്ങൾക്കുണ്ടാകേണ്ടത് അവന്റെ ഓരോ സെക്കൻഡിലുമാണ് ഈമാൻ ഉണ്ടാകേണ്ടത്, പ്രതിസന്ധികളുടെ നേരത്തല്ല. പ്രതിസന്ധികളുടെ നേരത്ത് സക്കറാത്തിന്റെ ഹാലിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്ന ആളുകൾ അവർക്കതുകൊണ്ട് ഉപകാരമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ദൗത്യം പൂർണ്ണമാകുന്നത് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ദുർബലനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അള്ളാഹുവിൽ അഭയം തേടലാണ്. സൗകര്യങ്ങളിൽ, സന്തോഷങ്ങളിൽ, ഗിനൻ നഫ്സിൽ, എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിൽ അഭയം നേടാൻ കഴിയണം. ആരാണ് ഗിന ആഗ്രഹിക്കാത്തത് ഭൂമിയിൽ? എല്ലാവരും സൗകര്യങ്ങൾ, ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും നല്ല വീട് വേണം, നല്ല മക്കൾ വേണം, നല്ല സമ്പാദ്യം വേണം, നല്ല ജീവിത സൗകര്യങ്ങൾ വേണം. എന്താണ് അതിനുള്ള പരിഹാരം? എന്താണ്? വിശുദ്ധ ഖുർആൻ പറയും, ഒറ്റ പരിഹാരമാണ്, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ കൃത്യമായി നിർവഹിക്കുക. ഒരു മനുഷ്യന് ഗിനൻ നഫ്സ് ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? ആരുടെയൊക്കെയോ ഔദാര്യത്തിലും ഓശാരത്തിലുമായി ഞാൻ കഴിയുമ്പോഴല്ല. എൻ്റെ ചുമതലകൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ ചുമതലകൾ ഞാൻ കൃത്യമായി നിർവഹിക്കുമ്പോൾ മാത്രമാണ്. മനുഷ്യന്റെ പ്രത്യേകതയും അതാണ്. അള്ളാഹു മനുഷ്യനെ അമാനത്ത് ഏൽപ്പിക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന സമയം വരെ എല്ലാ സൃഷ്ടികളും ഒരുപോലെയായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ അമാനത്ത്, അള്ളാഹുവിൻ്റെ വക്കിൽ നിന്ന് അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്ത സമയം മുതൽക്ക് അള്ളാഹു പറയാണ്, അമാനത്ത് എന്ന ഉത്തരവാദിത്തം എന്ന കാര്യത്തെ ആകാശഭൂമികൾക്ക് അള്ളാഹു വിതരണം ചെയ്തു കൊടുത്തു, അവർക്ക് മുമ്പിൽ പ്രത്യക്ഷമാക്കി കൊടുത്തു. ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ അതിനെ നിരസിച്ചു. പക്ഷെ മനുഷ്യനാണ് അതിനെ ഏറ്റെടുത്തത്. വഹമലഹൽ ഇൻസാൻ, മനുഷ്യനതിനെ ഏറ്റെടുത്തു. മനുഷ്യനതിനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുന്ന വാക്ക് ഇന്നഹു കാന ളലൂമൻ ജഹൂല. മനുഷ്യൻ അക്രമിയുമാണ്, അവൻ പമ്പര വിഡ്ഢിയുമാണെന്നാണ്. കാരണം എന്തുകൊണ്ട്? അമാനത്ത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഏറ്റെടുത്ത അമാനത്തിനെ ഭൂമിയിൽ കൃത്യമായി നിർവഹിക്കാൻ ബഹുഭൂരിഭാഗം മനുഷ്യർക്കും കഴിയാതെ പോകുന്നത് കൊണ്ട് അള്ളാഹുർക്ക് നൽകിയ പേരാണ് ലലൂമും ജഹൂലും എന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചുമതലകളെ കൃത്യമായി നിർവഹിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഇബാദത്ത് അതുതന്നെയാണ്. അന്ന് മുതലാണ് മനുഷ്യന് മുക്കല്ലഫാകുന്നത്. മദ്രസയിൽ നമ്മളൊക്കെ മുക്കല്ലഫ് എന്ന പദം പഠിക്കുന്നവരാണ്. എന്താണ് മുക്കല്ലഫ് എന്ന പദത്തിന്റെ അർത്ഥം? ഞാൻ മുഹാസബുമാണ്, മുആഖബുമാണ്. എനിക്ക് പ്രതിഫലവും ലഭിക്കും, എനിക്ക് ശിക്ഷയും ലഭിക്കുമെന്ന തിരിച്ചറിവാണ് മുക്കല്ലഫ്. മുക്കല്ലഫായി ജീവിക്കാൻ കഴിയണം, തക്ലീഫുള്ളവനായി ജീവിക്കണം. ഈ ഭൂമിയിൽ പറവകളെ പോലെ പാറി നടക്കുകയോ ഇഴജന്തുക്കളെ പോലെ ഇഷ്ടം പോലെ ജീവിക്കുകയോ ചെയ്യേണ്ടവനല്ലല്ലോ മനുഷ്യൻ. മുക്കല്ലഫാണ്, ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കേണ്ടവനാണ്. ആ ബോധ്യത്തിൽ അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമായാൽ അള്ളാഹു അവനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിലാണ് മുഅ്മിനിന്റെ ജീവിതം ഉണ്ടാകേണ്ടത്. 3 കാര്യങ്ങളാണ്. 1, നമ്മുടെ ഓരോ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാക്കപ്പെടുമെന്ന തിരിച്ചറിവോടുകൂടിയുള്ള ജീവിതം. 2ാമതായി, എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇഹ്സാന്റെ ബലമുള്ളതായിരിക്കണം. കേവലം പ്രവർത്തനങ്ങളാവരുത്, ഇഹ്സാനിൻ്റെ ആത്മീയ സൗന്ദര്യമുള്ള ജമാലിയത്തുള്ള അമലുകളായിരിക്കണം. 3ാമത്, പ്രതിസന്ധികളിൽ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നതിന് പകരം എൻ്റെ സന്തോഷങ്ങളിലും സുഖങ്ങളിലും എൻ്റെ ഓരോ സെക്കൻഡുകളിലും ഞാൻ അള്ളാഹുവിനെ ഓർക്കണം. ഒരു ഹദീസ് കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ രാത്രിയിലും അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യരോട് പറയും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. നിങ്ങൾ എൻ്റെ മുമ്പിൽ തൗബ ചെയ്യൂ, ഞാൻ നിങ്ങളുടെ തൗബ ഞാൻ സ്വീകരിക്കാം. ഓരോ രാത്രിയിലും അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റഹ്മത്തിൻ്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കുന്നു എന്നാണ്. ഓരോ ചുമതലകളെക്കുറിച്ച് ബോധ്യമുള്ള മനുഷ്യന് ഓരോ പ്രഭാതത്തിലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താതിരിക്കാൻ കഴിയില്ല. ചുമതലകളെക്കുറിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള മനുഷ്യന് ഓരോ പ്രഭാതം കഴിഞ്ഞ് പ്രദോഷം വരുമ്പോഴും അള്ളാഹുവിനോട് തൗബ ചോദിക്കാൻ പ്രയാസമുണ്ടാകില്ല.
കാരണം ഇന്നത്തെ പകൽ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഈ ആരോഗ്യവും ഈ കഴിവും ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹു നിശ്ചയിച്ച ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫൻ, ദുർബലനായി പടക്കപ്പെട്ടവനാണ് ഞാൻ. എന്തൊക്കെ ചുമതലകൾ എനിക്കുണ്ട്. എൻ്റെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങൾ, എൻ്റെ ചുറ്റുപാടുമുള്ള അന്യൻ പ്രയാസപ്പെടുമ്പോൾ അവന് കരുണയുടെ തണലായി മാറേണ്ടത് ഞാനാണ്. എൻ്റെ അയൽപക്കത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പട്ടിണി മാറ്റൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഒരു മനുഷ്യന് ഒരു രാപ്പകൽ കൊണ്ട് തീർക്കേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഇസ്തിഗ്ഫാർ തന്നെയാണ് പരിഹാരം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവരെ, ഇന്ന് നമ്മുടെ മഹലിൽ വെച്ച് 4 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേരിലുള്ള, കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടവരുടെ പേരുള്ള ദിക്ർ ഇന്ന് ജുമായ്ക്ക് ശേഷം ഉണ്ടാകും. പൈനുങ്ങൽ ജുറൈദ്, കറുത്തേടത്ത് മുഹമ്മദ്, എരഞ്ഞിക്കത്ത് നഫീസ, അരങ്ങത്ത് പറമ്പിൽ അബ്ദുറഹ്മാൻ, 4 പേർക്കും വേണ്ടിയുള്ള ദിക്ർ ദുആ ഇൻഷാ അല്ലാഹ് ജുമായ്ക്ക് ശേഷം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളെ എല്ലാവരും വളരെ ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ജുറൈദ് എന്ന് പറയുന്ന പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തിരുന്നു. ദുആൻ്റെ കബൂലിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഖൈർ എന്താണോ അത് നടപ്പാക്കുക എന്നതാണ്. അള്ളാഹു തആല ആ കുട്ടിയുടെ ജീവിതത്തിൽ ഖൈർ കണക്കാക്കിയിട്ടുള്ളത് അള്ളാഹു ഈ ഒരു ജനസഞ്ചയത്തിൻ്റെ ദുആയോടുകൂടിയുള്ളൊരു വഫാത്തും അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ള റഹ്മത്തിലേക്കുള്ളൊരു യാത്രയുമായിരിക്കും. അള്ളാഹു അതിൻ്റെ ഖൈറായി ആ കുട്ടിയുടെ ആഖിറത്തിൽ രേഖപ്പെടുത്തട്ടെ, കുടുംബത്തിന് ആശ്വാസം പകരട്ടെ. ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്നത് നൽകുക എന്നതല്ല, ചോദിക്കുമ്പോൾ ഖൈർ എന്താണോ അത് നൽകുക എന്നതാണ് ദുആക്ക് ഉത്തരം കിട്ടുന്നതിൻ്റെ ലക്ഷണം. അത് അള്ളാഹു ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ളൊരു വഴിയടയാളമായി ആ കുട്ടിയെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ മതപഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ മഹല്ലി ദർസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷവും മഗ്രിബിക്ക് ശേഷമൊക്കെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയുള്ള ദർസുണ്ട്. നമ്മുടെ മക്കളെ പെറ്റുന്ന ആളുകളൊക്കെ അവനവൻ്റെ മക്കളെയും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ ഉണ്ടാവും. സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ മഗ്രിബിക്ക് ശേഷം എപ്പോഴാണ് സൗകര്യമുള്ളത് എങ്കിൽ നമ്മുടെ പള്ളിയിലെത്തി സ്വദേശി ദർസിൽ പങ്കെടുക്കണം. അത് നമുക്കൊക്കെയും ഒരുപാട് ആളുകൾക്ക് പലതും അറിയാൻ, പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. ആരോടാ ചോദിക്കുക, ആരിൽ അടുത്തുനിന്നാണ് പഠിക്കുക എന്ന പ്രയാസമായിരിക്കും. അങ്ങനെ ഒരു പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അതിനുള്ള സൗകര്യം സർവ്വസന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും സ്വദേശി ദർസ് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.